രാജസ്ഥാനും മുംബൈയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പ്ലേ ഓഫിൻ്റെ കാര്യം തീരുമാനമായി. 4ാം സ്ഥാനത്ത് രാജസ്ഥാൻ ഫിനിഷ് ചെയ്തു. ബാക്കി എല്ലാ ടീമുകളും പുറത്തായിരിക്കുകയാണ്. ഇനി രാജസ്ഥാനെ പേടിക്കാനില്ല. പ്ലേ ഓഫിൽ RCB, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ ഈ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് കളി ജയിച്ച ശേഷം രാജസ്ഥാൻ ക്യാപ്റ്റൻ പരാഗ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഇന്ന് 205 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് കളി തോറ്റു. കളി കഴിഞ്ഞ് പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ പ്ലേ ഓഫിലെത്തുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജുവും ടീമിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിച്ചേനെ. സഞ്ജു രാജസ്ഥാനിലായിരിക്കുമ്പോൾ അവൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഒരുപാട് ഞാൻ കളിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ സഞ്ജുവിനാണ് ഞാൻ നന്ദി പറയുന്നത്. സഞ്ജു ഇപ്പോൾ CSKയിലായാലും സഞ്ജു രാജസ്ഥാനിൽ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അതുമാത്രമല്ല, ഇപ്രാവശ്യം ഞങ്ങൾ പ്ലേ ഓഫിൽ എത്തിയെങ്കിൽ അതിൽ വലിയൊരു പങ്ക് സൂര്യവംശിക്കുണ്ട്. അവൻ്റെ ബാറ്റിംഗ് മികവാണ് പല കളികളിലും ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത്. അതുപോലത്തെ ഒരു താരം ടീമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇത്തവണ കപ്പ് നേടും. IPLൻ്റെ പകുതിക്ക് ശേഷം കുറച്ച് പിഴവുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പരാഗ് വ്യക്തമാക്കി. സഞ്ജു ക്യാപ്റ്റനായിരിക്കെ രാജസ്ഥാൻ കപ്പ് നേടണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. സഞ്ജു ഇപ്പോൾ CSKയിലാണ്. CSKയിൽ സഞ്ജു അല്ലാതെ ആരും തന്നെ ശരിക്ക് കളിക്കുന്നില്ല. സഞ്ജുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ലെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഇതാ സഞ്ജു CSK വിട്ടപ്പോൾ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. ഈ IPLൻ്റെ തുടക്കത്തിൽ മികച്ച കളി തന്നെയാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. പകുതിക്ക് ശേഷമാണ് രാജസ്ഥാൻ നിറമങ്ങിയത്. ഒടുവിൽ രാജസ്ഥാൻ പ്ലേ ഓഫിലുമെത്തി. രാജസ്ഥാൻ്റെ തോൽവിക്ക് വേണ്ടി പഞ്ചാബ്, കൊൽക്കത്ത ടീമുകൾ നോക്കിയിരിക്കുകയാണ്. അവസാന നിമിഷം രാജസ്ഥാൻ തന്നെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.